പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരീ സഹോദരന്മാർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജൂൺ മാസം 22-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഈ മാസത്തിൻ്റെ 4ാമത്തെ വിശുദ്ധ ദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇന്നേ ദിനം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ ഇടയാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 5-ാം വാക്യം. ജനസിസ് ചാപ്റ്റർ 18 വേഴ്സ് 5 നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ ഒരു കഷ്ണം അപ്പം കൊണ്ടുവരാം, വിശപ്പ് അടക്കിയ ശേഷം നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയന്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം ക്രൈസ്തവരുടെ ഇടയിൽ വളരെ സ്വാധീനവും മാതൃകയും നൽകിയിരിക്കുന്ന ഒരു വേദഭാഗമാണ്. മമ്രയുടെ തോപ്പിൽ അബ്രഹാമും ഭാര്യയായ സാറയും താമസിക്കുമ്പോൾ 3 പുരുഷന്മാർ തന്റെ ഭവനത്തിലേക്ക് കയറി വരുന്നതാണ് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ പശ്ചാത്തലം. അവർ കയറി വന്നു, ഉപചാരപൂർവം സ്വീകരിച്ച് ആദരിച്ച് അന്നത്തെ തന്റെ സാഹചര്യത്തിൽ അവരെ ഇരുത്തി അവരോട് കുശലപ്രശ്നം നടത്തിയതിനു ശേഷം പറയുകയാണ്: ഞാൻ ഒരു മുറി ഒരു കഷ്ണം അപ്പം കൊണ്ടുവരാം, നിങ്ങളത് കഴിച്ച് വിശപ്പടക്കുക. ഇതിനു വേണ്ടിയല്ലേ നിങ്ങൾ എന്റെ വീട്ടിലോട്ട് കയറി വന്നത്? അവര് പറഞ്ഞു, ആയിക്കോട്ടെ. പ്രിയമുള്ളവരെ, ഈ അബ്രഹാമിന്റെയും സാറായുടെയും ഭക്ഷണ പദാർത്ഥങ്ങൾ സ്വീകരിക്കുവാനും കഴിക്കുവാനുമാണോ ഈ 3 പുരുഷന്മാർ വന്നത്? അബ്രഹാമിന് അതാണ് അനുഭവപ്പെട്ടത്. എന്നാൽ അവർ വന്നത് അതിനല്ല എന്ന് അബ്രഹാം അപ്പോൾ തിരിച്ചറിയുന്നില്ല. പക്ഷേ ആരെന്നറിയാതെ അബ്രഹാം അവരെ മാനിച്ചു, ആദരിച്ചു. അതിനുശേഷമാണ് തന്റെ ആതിഥ്യ മര്യാദ സ്വീകരിക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ വന്നതല്ല എന്ന് തിരിച്ചറിയുന്നത്. കാരണം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ മെസ്സപ്പൊത്തോമിയയിൽ നിന്നും തന്റെ 75-ാമത്തെ വയസ്സിൽ ദൈവം വിളിച്ചിറക്കുമ്പോൾ കൊടുത്ത വാഗ്ദത്തം. ഉൽപ്പത്തി 15-ാം അധ്യായത്തിൽ അബ്രഹാം ദൈവത്തോട് പരിഭവം പറയുന്നു: എന്റെ ഈ കണ്ട സ്വത്തിനെല്ലാം അവകാശി എന്റെ വീട്ടിൽ ജനിച്ച ദാസനാകും, ദമ്മേശേക്കുകാരനായ എലയാസറായി മാറും. ദൈവം പറഞ്ഞു, അബ്രഹാമേ, അങ്ങനെ അല്ലടാ, നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ നിനക്കൊരുവനുണ്ടാകും. 17-ാം അധ്യായത്തിൽ ദൈവത്തോട് അബ്രഹാം പറയുക: ദൈവമേ, എനിക്ക് അങ്ങനൊന്നും വേണ്ട. എന്റെ മുൻപിൽ ഈ എലയാസർ മാത്രമല്ല, എന്റെ ദാസിയിൽ ഉണ്ടായിരിക്കുന്ന ഇസ്മായേൽ ജീവനോടും ആരോഗ്യത്തോടും കൂടി ഇരുന്നാ മതി. ദൈവത്തെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ദൈവം പറയുക, എടാ അങ്ങനെ അല്ല കുഞ്ഞെ,
നിനക്ക് നിന്റെ ഭാര്യ സാറായിൽ ഒരു മകനുണ്ടാകും, അവൻ ഇസ്ഹാക്ക് എന്ന് പേരിടണം. അതെ, ദൈവത്തെ പോലും സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു. അബ്രഹാമിനോട് അരുളി ചെയ്തിട്ട് ദൈവം കയറിപ്പോയി. അബ്രഹാം അതിനപ്പുറത്തൊരു വലിയ ബലം കൊടുക്കാഞ്ഞുകൊണ്ട് അത് വിട്ടുപോയി. പക്ഷേ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം ഇത് അബ്രഹാമിന്റെ ഭവനത്തിൽ എത്തുകയാണ്. ആത്മീയ ശുശ്രൂഷകർ ഇതിനെ പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന തൃത്വത്തിന്റെ പ്രതീകമായി വിശേഷിപ്പിക്കാറുണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. എന്നാൽ ഈ 18-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ നിശ്ചയമായും അതിലൊന്ന് പിതാവാം ദൈവമാണെന്ന് വ്യക്തമാണ്. ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നു. ദൈവം സാറയെ കുറിച്ചുള്ളത് പറയുന്നു. താഴോട്ട് വായിക്കുമ്പോൾ സോദോം ഗൊമോറയെ കുറിച്ചും ദൈവം ഇടപെടുന്നു. ചുരുക്കത്തിൽ ദൈവത്തിന്റെ നേരിട്ടുള്ള പ്രസൻസ് ഈ 18-ാം അധ്യായത്തിൽ വ്യക്തമാണ്. ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ ഒരേ ഒരു ചിന്ത പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ ഭവനത്തിൽ ദൈവഭക്തന്മാർ, ദൈവമക്കൾ, പ്രാർത്ഥിക്കുന്നവർ ദൈവവചനവുമായി കാലുകുത്തുന്നത് എത്രയോ അനുഗ്രഹമാണ്. നമ്മൾ അവർക്ക് ഭക്ഷിക്കാനോ പാനം ചെയ്യാനോ താമസിക്കാനോ അല്ല, ദശാംശമോ നിങ്ങൾക്കുള്ളതിന്റെ ഒരു പങ്കോ എന്തും നൽകിക്കോട്ടെ. നമ്മൾ പലപ്പോഴും ഇതൊക്കെ നൽകുന്നെങ്കിൽ കാണുന്നത് അബ്രഹാം കാണുന്നത് പോലെ. ഒരു ദൈവദാസൻ വന്നു, മാനിച്ചു, ഭക്ഷണം കൊടുത്തു, എന്നെ കൊണ്ടാവുന്നത് സഹായിച്ചു, ഒരവസരമൊക്കെ കൊടുത്തു, സന്തോഷം. പക്ഷേ അതിന്റെ പുറകിൽ പ്രിയ സഹോദരങ്ങളെ ഒരു വലിയ വാഗ്ദത്തം, ഒരു അനുഗ്രഹം മറഞ്ഞിരിക്കുന്നു, ഒളിഞ്ഞിരിക്കുന്നു എന്നത് മറന്നു പോകരുത്. അബ്രഹാം അവരോട് പറയുക, നിങ്ങൾ എന്റെ വീട്ടിൽ കയറി വന്നത് ഭക്ഷണം കഴിക്കാനല്ലേ, ഞാനതിപ്പോൾ നിങ്ങൾക്ക് നൽകാം. അവർ ആയിക്കോട്ടെന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന അതിഥികളെ സ്വീകരിപ്പാൻ ഓടിപ്പോയി സാറയോട് പറയുന്നു, നീ 3 ഇടങ്ങഴി മാവെടുത്ത് അപ്പമുണ്ടാക്ക. തന്റെ ഗോശാലയിൽ ചെന്ന് നല്ലതും എളുപ്പവുമായ ഒരു കാളക്കിടാവിനെ പിടിച്ച് ബാല്യക്കാരന്റെ കൊടുത്തു. ക്ഷണത്തിൽ പാചകം ചെയ്തു. പക്ഷേ അവർ അബ്രഹാമിന്റെ ആതിഥ്യമര്യാദ ചെക്ക് ചെയ്യാനോ അപ്പം, ഇറച്ചി എന്നിവ കഴിക്കാനോ വന്നതല്ല. എന്നാൽ അവരോട് പറഞ്ഞെടുത്ത് അവർ ഇരുന്നു. അവരോട് പറഞ്ഞത് അവർ കേട്ടു. ഭക്ഷണം പാചകം ചെയ്ത് അത് ഭക്ഷണത്തിനായി വിളമ്പുന്നത് വരെ അവർ വെയിറ്റ് ചെയ്തു. ഭക്ഷണമൊക്കെ കഴിച്ചു. ശാന്തരായിട്ട് അവർ വന്നതിന്റെ ഉദ്ദേശം, അനുഗ്രഹം അബ്രഹാമിനോട് പറയുകയാണ്. ഞാൻ അതിന്റെ മറ്റുള്ള ആത്മീയ വാക്യ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് ഈ അധ്യായം മനഃപാഠമാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും പലരെയും പലതിനെയും ദൈവവചനത്തെയും ഒക്കെ അളക്കുന്നത് ഭൗതികമായി കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ട് മാത്രം, മെറ്റീരിയലിസ്റ്റിക്കായി മാത്രം അളക്കുമ്പോൾ അതിന്റെ പിന്നിൽ നിങ്ങളുടെ മേലുള്ള ഒരു അനുഗ്രഹം, നിങ്ങൾ ചില നാളുകളായി കാത്തിരിക്കുന്ന അനുഗ്രഹം. കഴിഞ്ഞ 24 വർഷമായി അബ്രഹാം
വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ആ അനുഗ്രഹം നിന്റെ കരങ്ങളിലേക്ക് വരാൻ പോകുന്നുവെന്ന് അറിയിക്കുവാൻ വന്നതാണ്. ഈ നാളുകളിൽ നിങ്ങൾ ദൈവവേലയ്ക്ക് വേണ്ടി ചെയ്തത്, ദൈവമക്കളെ ആദരിച്ചത്, സ്വീകരിച്ചത്, ചിലവാക്കിയത്, ശുശ്രൂഷ നൽകിയത്, പല നിലകളിൽ ദൈവത്തിനും ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും ദൈവവേലയ്ക്കും നിങ്ങളാലാവോളം, അത് പണമായിട്ടോ ശുശ്രൂഷകളായിട്ടോ ഭവനമായിട്ടോ തലമുറയായിട്ടോ ആരോഗ്യമോ താലന്തോ ഏതു വിധത്തിലുമായിക്കൊള്ളട്ടെ, നൽകിയതിനൊക്കെ പ്രതിഫലമുണ്ട് നിശ്ചയം. പക്ഷേ എപ്പോൾ ഏത് വിധത്തിലാണ് നമ്മുടെ ഭവനത്തിൽ ആ അനുഗ്രഹം വരുന്നത് എന്ന് നാം അറിയുന്നില്ല. നാം പലപ്പോഴും അതിനെ ലോകപ്രകാരം മാത്രം അളക്കുകയാണ്. പ്രിയ ദൈവജനമേ, അബ്രഹാം 2 പ്രാവശ്യം 15-ാം അധ്യായത്തിലും 17-ാം അധ്യായത്തിലും പരിഭ്രമം പറഞ്ഞ് സ്വയം സമാധാനിക്കുമ്പോൾ ദൈവം പറയുക, അങ്ങനെ അല്ലട കുഞ്ഞെ, നിന്നെ ഞാൻ വിളിച്ചത് നിന്റെ സമ്പത്തിന് അധികാരിയാകുവാൻ ദമ്മേശേക്കുകാരനായ എലയേസറോ മറ്റ് ദാസിയിൽ കൂടെ ഉണ്ടായോ പൈതലോ അല്ല. നിന്റെ കടിപ്രദേശത്തു നിന്ന് തന്നെ, നിന്റെ ഉദരത്തിൽ നിന്ന് നിന്റെ ഭാര്യ സാറയാൽ ജനിക്കപ്പെടുന്ന പൈതൽ ഇസഹാക്ക് എന്ന് പേരുള്ളവൻ നിന്റെ അനുഗ്രഹത്തിന്റെ തലമുറയുടെ വാഗ്ദത്തമായി നിലകൊള്ളും. അല്ലാതെ നിന്റെ അപ്പവും ഇറച്ചിയും കഴിക്കാനല്ല ഞാൻ വന്നത്. നമ്മുടെ ഭവനത്തിൽ ചില അനുഗ്രഹങ്ങൾ ഈ നാളുകളിൽ വരികയാണ്. അതിനുവേണ്ടി നാമായിട്ടൊന്നും ചെയ്യണ്ട, ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുക. നമ്മൾ ആരെയും, ദൈവവേലയും ദൈവമക്കളെയും വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാൻ പോകരുത്. ഈ അനുഗ്രഹം കൊണ്ട് അവർ വന്നതെന്ന് അറിഞ്ഞല്ല അബ്രഹാമും സാറയും ഇവരെ സ്വീകരിച്ചത്. ഇവർക്ക് അപ്പം കൊടുത്തില്ലെങ്കിലും, ഇറച്ചി കൊടുത്തില്ലെങ്കിലും, തേൻ കൊടുത്തില്ലെങ്കിലും ദൈവം ഇവർക്ക് ഈ അനുഗ്രഹം കൊടുത്തിട്ടേ പോവുകയുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം, നമ്മൾ ചെയ്തിട്ടോ കൊടുത്തിട്ടോ ദൈവത്തെ കൊടുത്ത് പ്രസാദിപ്പിച്ചിട്ടോ അല്ല ഇന്ന് അനുഭവിക്കുന്ന നന്മകൾ നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ ദാനമാണ്. അങ്ങനെയെങ്കിൽ ജൂൺ മാസത്തിന്റെ 4-ാമത്തെ വിശുദ്ധ ദിനം ആരാധനയ്ക്കായി തയ്യാറായി നിൽക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ആരാധിക്ക്. നിങ്ങളുടെ മേലുള്ള അനുഗ്രഹം മറഞ്ഞിരിക്കുന്നത് ഇന്ന് വെളിപ്പെടുവാൻ പോകുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ചില നാളുകളായി ഉപവാസത്തോടെ കാത്തിരിക്കുന്നത്, കണ്ണുനീരോടെ കാത്തിരിക്കുന്നത്, നിങ്ങളുടെ ഒരു തലമുറയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്, മകന്റെയോ മകളുടെയോ വിവാഹം, ചില ആരോഗ്യ വിഷയങ്ങളിലെ മെഡിക്കൽ റിപ്പോർട്ടുകൾ, ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനക്കയറ്റം, പുതിയ ഒരു ജോലി, ചില എലിജിബിലിറ്റി എക്സാംസിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട സ്കോർ, അങ്ങനെ ആത്മീയ ശുശ്രൂഷകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കൃപാവരങ്ങൾ, ഭവനത്തിന്റെ പണിയുടെ പൂർത്തീകരണം, ദൈവിക ചില ആലോചനകൾ, ഇങ്ങനെ ചില വിടുതലുകൾ, ദർശനങ്ങൾ, മറുപടികൾ നിങ്ങൾ കാത്തിരിക്കുന്നു. ഇന്ന് ആ മറുപടി നിങ്ങളുടെ ആരാധനയിൽ വെളിപ്പെടട്ടെ. ഇന്ന് ഈ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ആത്മാർത്ഥതയോടെ ഈ എളിയ ദൈവദാസനോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഈ ദൈവജന ഹൃദയത്തിൽ സ്വീകരിക്കുക. ദൈവമേ, ഇന്നത്തെ വാഗ്ദത്ത വചനം എന്റെ ജീവിതത്തിൽ സംഭവിക്കണമേ. തമ്പുരാൻ നിങ്ങൾക്ക് ചില വെളിപ്പാടുകൾ, വിടുതലുകൾ നൽകട്ടെ. നിങ്ങളെ വിട്ട് ദൂരെയായിരിക്കുന്ന മക്കൾ
ജോലി സംബന്ധമായി, വിസ സംബന്ധമായി, നിയമക്കുരുക്കുകളുമായി ഭാരപ്പെടുന്നു. ആരോടും പറഞ്ഞ് ആശ്വസിക്കാൻ പറ്റാതെ ഒറ്റയ്ക്ക് വേദനയോടെ ആയിരിക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, ഇന്ന് അബ്രഹാമിന്റെ ഭവനത്തിൽ ആ ദൈവദാസന്മാർ ദൈവം തന്നെ ഇറങ്ങി വന്ന് അവരുടെ വിടുതൽ പ്രഖ്യാപിച്ചതുപോലെ ഇന്ന് നിങ്ങളുടെ മേൽ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ, പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ദൈവം ഒരു വിടുതൽ കൽപ്പിക്കട്ടെ. ആ അനുഗ്രഹം പ്രാപിച്ചെടുക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അടുത്ത ആണ്ട് ഞാൻ ഇതുപോലെ സമയത്ത് വരുമ്പോൾ അബ്രഹാമേ, നീ ഒരു മകനെ അണച്ചുകൊള്ളും. ഇന്ന് ഈ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ സകല പ്രാർത്ഥനാ വിഷയങ്ങളിലും തമ്പുരാൻ സാധ്യമാക്കട്ടെ. അല്ലാതെ നമ്മുടെ സ്തോത്രകാഴ്ചയും നമ്മുടെ ദശാംശവും നമ്മുടെ ഇറച്ചിയും മീനും അപ്പവും കഴിക്കാൻ മാത്രം കയറി വരുന്ന ഒരു ദൈവമല്ല ജീവനുള്ള ദൈവം. ആ ദൈവം നമ്മുടെ മേൽ സ്വർഗീയ അനുഗ്രഹങ്ങൾ നടക്കത്തില്ല എന്ന് നമ്മൾ തന്നെ വിധി എഴുതി തള്ളിയത് നൽകുവാൻ മതിയായവനാ. അത് ഇന്ന് പ്രാപിച്ചെടുക്കുവാൻ പ്രാർത്ഥനയോടെ ദൈവസ്ഥനത്തെ കടത്തി ചെല്ലാം. നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്ന ഞങ്ങളുടെ സർവശക്തനായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിനത്തിന്റെ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ എങ്ങനെ അങ്ങയെ സ്വീകരിച്ചു, ആദരിച്ചു, മാനിച്ചു, തന്മൂലം അവർ എങ്ങനെ അനുഗ്രഹം പ്രാപിച്ചു എന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ സ്തോത്രകാഴ്ചയോ ഭക്ഷണ പദാർത്ഥങ്ങളോ ഞങ്ങളുടേതായിട്ടുള്ള കാഴ്ചകളോ സ്വീകരിപ്പാനല്ലല്ലോ അങ്ങ് വരുന്നത് എന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ തെളിയിച്ചു തന്നതിനായി സ്തോത്രം. അബ്രഹാമും സാറയും അത് തിരിച്ചറിഞ്ഞില്ല. ഭക്ഷണം കഴിക്കാൻ വന്നവരെന്ന് മാത്രം കരുതിയപ്പോൾ അവരുടെ ഉപചാരം മുഴുവനും സ്വീകരിക്കുകയും എന്നാൽ അവർക്കുള്ള വാഗ്ദത്തം നൽകി അവരെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവത്തിന്റെ പദ്ധതി ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പ ഇന്ന് ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഏറ്റെടുക്കണമേ. ദൈവപ്രവൃത്തി ഞങ്ങളിൽ വെളിപ്പെടുത്തണമേ. അബ്രഹാമിന് ലഭിക്കപ്പെട്ട ആ അനുഗ്രഹം 2025 ജൂൺ 22 ഞങ്ങളുടെ മേലും കുടുംബങ്ങളുടെ മേലും തലമുറ മേലും സഭയുടെ മേലും പകരണമേ. സ്വർഗീയ നന്മകളാൽ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ടുത്തരമരുളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, അബ്രഹാമിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു, നമ്മിൽ പ്രവർത്തിപ്പാൻ ശക്തനാണ്. ആ ദൈവം ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും പുത്തൻ അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങൾ പ്രാർത്ഥനയുടെ കാത്തിരിക്കുന്ന വിഷയത്തിന്റെ മറുപടികളും നൽകി ഇന്നത്തെ ദിനം ഏറ്റവും ധന്യവും അനുഗ്രഹപ്രദവുമാകട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.